നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ പറയുക. വടുകപ്പുളിയും നാരങ്ങയും വെളുത്തുള്ളിയും എൻ്റെ വീട്ടിലുണ്ടായ കാന്താരി, വെള്ള കളറുള്ള കാന്താരി, വലിയ കാന്താരി നിറച്ചുണ്ടായിരുന്നു. ഞാൻ കാണിച്ചത് കേട്ടോ. ഇപ്പോഴല്ല, ഇപ്പം മഴ പെയ്യുന്നുണ്ട്. അതിട്ടിട്ട് നല്ല അസല് വെള്ളക്കറി ഉണ്ടാക്കി. ഈ ഓണത്തിന് നമ്മൾ വെളുത്ത നാരങ്ങ വടുകപ്പുളിനും ഉണ്ടാക്കും, വെളുത്ത കറി ഉണ്ടാക്കും, ചുമന്ന കറി ഉണ്ടാക്കും. അപ്പം ഞാൻ ഓണത്തിന് മുമ്പ് തന്നെ പുളിയിഞ്ചി നാരങ്ങക്കറി ഇതൊക്കെ റെഡിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ ഞാൻ പക്ഷേ ഇതിൽ വെളുത്തുള്ളിയും ഇടും. മാള് കുരക്കുന്നുണ്ട് കേട്ടോ, ആരോ വന്നിട്ടുണ്ട്, മാള് കുരക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയും ഇടും. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സ്മെല്ലാണ്. കാണിച്ചത് കേട്ടോ, വാസിച്ച് കാണിച്ചത്. എന്തൊരു സ്മെല്ലാന്നറിയോ? കണ്ട നാരങ്ങക്കറിയുണ്ട, ഭയങ്കര ഈ സ്മെല്ല് കേട്ടാൽ തന്നെ നമുക്ക് ഉണ്ണിക്കാൻ തോന്നും. വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല. നോക്കൂട്ടാ, ഇനി കൂട്ടിയിട്ട് പറയാം കേട്ടോ. കാണിച്ചത് കേട്ട കറി എല്ലാം കറിട്ടാ. വെളുത്ത നാരങ്ങ, വടുകപ്പുളി നാരങ്ങ. ഇതെന്താണെന്നറിയോ? ഇത് പയർ മെഴുക്ക് വറ്റി, പച്ചപ്പയർ മെഴുക്ക് വറ്റി. ഇത് പഴത്തിൻ്റെ കളൻ കേട്ടാ, നല്ല സുഖമുണ്ട്. ഇതില്ലേ അത് ബോംബെ ദാലാണ്. ബോംബെ ദാൽ എങ്ങനെയുണ്ടൊക്കെ ഞാൻ ചെറുപയറാട്ട് പരിപ്പ യൂസ് ചെയ്യുക, മറ്റേ തുറുദാല് മറ്റേ സാമ്പാർ പരിപ്പ് യൂസ് ചെയ്യുക. ഇത് വേവിച്ചിട്ട് തക്കാളി, പച്ചമുളക്, ആദ്യം ജീരകം ഇട്ട് പൊട്ടിച്ച്, പച്ചമുളക്, പിന്നെന്തുട്ടതിന് പറയുക, ഗാർലിക്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നല്ലോണം മുറിച്ചിട്ട് ടൊമാറ്റോ ഇട്ട് കുറച്ച് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് ഈ പരിപ്പ് വേവിച്ചത് അതിലിട്ടിട്ട് എന്നിട്ട് മല്ലിയില, നിറച്ച് മല്ലിയില മുറിച്ചു. പിന്നെ ഇത് എൻ്റെ കട്ടത്തൈര്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതല്ല കേട്ടോ, ഇത് മിൽക്കി മിസ്റ്റിൻ്റെ അടിപൊളി തൈരാണ്. ഒരു ബക്കറ്റ് തൈര് മേടിച്ചാൽ സുഖമായിട്ടുണ്ടാലോ. ഇനി ഇതിൻ്റെ സ്വാദം എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏതിൻ്റെ ഇത്രയും ചോറൊന്നും ഞാൻ എനിക്ക് വിശന്നിട്ട് പാടില്ല. അപ്പോൾ ആദ്യം തന്നെ നാരങ്ങക്കറിയും, എനിക്ക് പച്ചമുളക് ഭയങ്കര ഇഷ്ടം. എരിവും പുളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, മധുരത്തിനേലും. കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നാരങ്ങക്കറി എല്ലാവരും ഉണ്ടാക്കുന്നതാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പണ്ട് കണ്ട പച്ചമുളക് കണ്ടില്ലേ, എൻ്റെ വീട്ടിലുണ്ടായ കാന്താരി മുളക്, അടിപൊളി മുളക്, നല്ല എരിവാണ് കേട്ടോ.